ജീവിതത്തിൽ അല്ലാഹു തന്ന നിഅമത്തുകളൊന്ന് തിരിച്ചെടുക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വെള്ളിയാഴ്ച നിങ്ങളുടെ പള്ളിയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോ, ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോ വാപ്പാ എത്ര സാധുക്കളാ നിങ്ങളുടെ മുമ്പിലേക്ക് കൈനീട്ടുന്നത്. എന്റെ മകളെ കെട്ടിക്കാൻ പൈസ ഇല്ല, ക്യാൻസർ വന്നിട്ട് ശരീരത്തു പ്രയാസങ്ങളാ, ബുദ്ധിമുട്ടുകളാണ്, കയറി കിടക്കാൻ ഒരു വീടില്ല. 4-5 പെൺമക്കളുള്ള വാപ്പമാര് മസ്ജിദുകളുടെ കത്തുമായിട്ട് പള്ളിയുടെ വരാന്തയുടെ മുമ്പ് വന്നിട്ട് കൈനീട്ടുകയല്ലേ. ഒന്ന് സഹായിക്കണേ, ഒന്ന് സഹായിക്കണേ. നിങ്ങൾ തരുന്ന നാണയത്തുട്ടുകൾ കൊണ്ടുവേണം എന്റെ മക്കളുടെ കല്യാണം നടത്താൻ. എന്റെ ശരീരം കണ്ടില്ലയോ, ക്യാൻസർ എന്ന മാരകമായ രോഗം പിടിച്ചിട്ട് പ്രയാസത്തിലാ. നിങ്ങൾ എന്തെങ്കിലും എന്റെ മുമ്പിൽ ഒന്ന് തന്നാ അത് കൊടുത്തിട്ട് വേണം എന്റെ രോഗമൊന്ന് ചികിത്സിക്കാൻ. കാലില്ലാത്തവരെ നിങ്ങൾ കാണാറില്ലേ വപ്പാ? വീൽ ചെയറിൽ ഭാര്യ തള്ളിക്കൊണ്ടുവന്നിട്ട് ഈ പള്ളിയുടെ ഉമ്മറപ്പടിയിൽ കൊണ്ടുവെക്കുന്ന എത്ര രോഗികളെയാ നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം RCCയിലൊന്ന് പോകണം പെങ്ങളെ. നിന്റെ ജീവിതത്തിൽ അല്ലാഹു നിനക്ക് തന്ന അനുഗ്രഹം എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ. ക്യാൻസർ രോഗികളെ നിങ്ങൾ കാണണം. മോണ മുറിച്ചു മാറ്റിയവര്, നാവ് മുറിച്ചു കളഞ്ഞവര്, തൊണ്ടക്കുടിയിൽ